വിവോയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ U10. വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് വിവോ U10 വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ U10ന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വിവോ U10 വരുന്നത് 6.35 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ എന്നത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല കൊടുത്തിരിക്കുന്നത്. പകരം പാണ്ട MN228 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ബാക്കിൽ നമുക്കൊരു കേർഡ് ഡിസൈനാണ് ലഭിക്കുന്നത്. പിന്നെ ബാക്ക് കവറിൽ നമുക്കൊരു ഗ്രേഡിയൻ കളർ ഫിനിഷൊക്കെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് വിവോ U10. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 9,000, 10,000 അതുപോലെ തന്നെ 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത മികച്ചൊരു പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് ബേസ് വേരിയൻറ്റിൽ 3GB റാമാണ് ലഭിക്കുന്നത്. 4GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. പിന്നെ 3GB റാമിൻ്റെ ഒരു വെർഷനിൽ നമുക്ക് 32GB ഇൻറ്റേണലും മറ്റൊരു വെർഷനിൽ 64GB ഇൻറ്റേണലുമാണ് ലഭിക്കുന്നത്. പിന്നെ 4GB റാമിൻ്റെ കൂടെ നമുക്ക് 64GB ഇൻറ്റേണലാണ് ലഭിക്കുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 4D വൈബ്രേഷൻ, വോയിസ് ചേഞ്ചർ, DND ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയ വിവോയുടെ ഫോണുകളിലൊക്കെ കാണുന്ന മൾട്ടി ടെർബോ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബോക്സിൽ തന്നെ നമുക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ലഭിക്കുന്നുണ്ട്. സാധാരണ 9,000 രൂപ പ്രൈസ് റേഞ്ചിലൊന്നും കാണാൻ കഴിയാത്തൊരു ഫീച്ചറാണ് ഫാസ്റ്റ് ചാർജിങ് എന്നുള്ളത്. പക്ഷേ ഈ ഫോണിൽ നമുക്കത് ലഭിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 3GB റാം 32GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 8,990 രൂപയും 3GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9,990 രൂപയും 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10,990 രൂപയുമാണ്. സെപ്റ്റംബർ 29 മുതൽ ആമസോൺ വഴിയും അതുപോലെ തന്നെ vivo.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി SBI കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് വിവോ U10 വരുന്നത്. നമുക്ക് ഈ ഫോണിൽ നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ചൊരു ബാറ്ററിയും ലഭിക്കുന്നുണ്ട്. അപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Realme 5ൻ്റെയും അതുപോലെ തന്നെ Redmi Note 7 കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ് വിവോ U10 എന്നുള്ളത്.